നമസ്കാരം. കൊല്ലം സുധിയുടെ ഭാര്യയായിരുന്ന രേണു സുധി കുറച്ച് ദിവസം മുമ്പ് ഒരു വെഡ്ഡിംഗ് ഫോട്ടോഷൂട്ട് ചെയ്തിട്ട് അതിന്റെ ഫോട്ടോസ് ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്തിരുന്നു. ഇതാണ് ആ ഫോട്ടോസ്. എന്നിട്ട് ഇതിന്റെ ക്യാപ്ഷൻ വളരെയധികം മിസ്ലീഡിംഗ് ആയിട്ടാണ് കൊടുത്തത്. അതായത് ഇവര് തമ്മിൽ കല്യാണം കഴിച്ചു എന്നുള്ള ഒരു ഫോൾസ് ഐഡിയ ജനങ്ങൾക്ക് കൊടുത്തിട്ട് അതിലൂടെ മാക്സിമം അറ്റൻഷൻ നേടിയെടുക്കണം, മാക്സിമം അത് വൈറലാകണം. എന്നിട്ട് വേറൊരു കാര്യം കൂടി ആ ക്യാപ്ഷനിൽ കൊടുത്തു, ഇതിന്റെ സത്യാവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കാൻ. അതായത് ഇവർ കല്യാണം കഴിച്ചതാണോ കഴിച്ചതല്ലേ എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ പുറകെ ഒരു ഇന്റർവ്യൂ വരുന്നുണ്ട്, ആ ഇന്റർവ്യൂ കണ്ടാൽ മതി. ഇങ്ങനെയാണ് ആ ക്യാപ്ഷൻ കൊടുത്തത്. ശരിക്കും മിസ്ലീഡിംഗ് ആയിട്ടാണ് ക്യാപ്ഷൻ കൊടുത്തത്. ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ക്യാപ്ഷൻ കൊടുത്തത്. അപ്പൊ അതിനോട് എനിക്ക് യോജിക്കാൻ പറ്റിയില്ല. ഇത്രയും നാളും രേണു സുധി ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും പോസിറ്റീവായിട്ടാണ് ഞാൻ റിയാക്ട് ചെയ്തത്. പോസിറ്റീവായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുകയായിരുന്നു ഞാൻ ചെയ്തത്. പക്ഷേ ജനങ്ങളെ മനഃപൂർവ്വം വിഡ്ഢികളാക്കുന്ന പരിപാടിയോട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് വിയോജിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഞാൻ ചെയ്ത വീഡിയോയിൽ ആ വിയോജിപ്പ് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഏതായാലും എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ക്യാപ്ഷൻ ഇട്ടത്, എന്താണ് അതിന്റെ പുറകിലുള്ള സത്യാവസ്ഥ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടാളും, ഡോക്ടർ മനു എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ടാണ് ഇവർ ഫോട്ടോഷൂട്ട് ചെയ്തത്. ആ രണ്ട് വ്യക്തികളും ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. ആ ഇന്റർവ്യൂ നമുക്കൊന്ന് കണ്ടു നോക്കാം. വെഡിങ് ഫോട്ടോഷൂട്ട്, ആ ഫോട്ടോസ് ശരിക്കും പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞു എന്ന് തന്നെയാണ് നമുക്ക് അതിൽ നിന്ന് നമ്മൾ നോർമലി കണ്ടിരിക്കുന്ന ബ്രൈഡ് ആ മാലയൊക്കെ ഇട്ട് നിങ്ങളുടെ ആ ഫോട്ടോസ് ഒക്കെ അങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അതിന്റെ കൂടെയാണ് ആ ക്യാപ്ഷൻസും കൂടെ വന്നത്. അതിന്റെ ആ ഒരു റൈറ്റിംഗ്സ് വന്നപ്പോൾ ശരിക്കും നിങ്ങൾ കല്യാണം കഴിഞ്ഞു എന്നുള്ള തരത്തിലാണ് നമുക്കും മനസ്സിലായത്. അപ്പോൾ ശരിക്കും അതൊരു മിസ്ലീഡിംഗ് ക്യാപ്ഷൻ ആയിരുന്നില്ലേ? അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി പബ്ലിക് അങ്ങനെ തന്നെയല്ലേ എടുക്കുള്ളൂ. ഞാനല്ല ക്യാപ്ഷന്റെ പിന്നിൽ, ഇദ്ദേഹമാണ്. അതിനുള്ള മറുപടി ഞാൻ പറയാം. അതായത് ആ ക്യാപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇത് ഒരു ടീം വർക്കാണ്. ഒരാള് രണ്ടാള് അങ്ങനെയുള്ള ഒരു ഇതല്ല, നമ്മുടെ ഒരു ടീം വർക്ക്. അപ്പം ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള സജഷനും ഐഡിയാസും ഒക്കെ ഉണ്ട്. അപ്പം മുൻപ് ഫോട്ടോ ഫാക്ടറി എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റുഡിയോയ്ക്ക് വേണ്ടിയായിരുന്നു നമ്മൾ മോഡലിംഗ് ആയിരുന്നു, അതിന്റെ ഫോട്ടോഷൂട്ട് തന്നെ ആയിരുന്നു. പക്ഷേ ഇത് ആർട്ട് വേൾഡ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്നിട്ട്, അതൊരു വലിയ കമ്പനി ഒന്നുമല്ല, ഒരു സ്റ്റാർട്ടപ്പ് പോലെ നമ്മൾ തുടങ്ങും. അപ്പോൾ ഈ ആർട്ട് വേൾഡിന് വേണ്ടിയിട്ട് നമുക്കൊരു ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സാധനം ചെയ്യണം എന്നൊരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് നോക്കുമ്പോൾ രേണു ഇങ്ങനെ കത്തി ജ്വലിച്ച് നിൽക്കുകയാണ്. പല വഴിക്ക് പേരുദോഷം കേട്ടോണ്ടിരിക്കുന്ന ഒരു കുട്ടി പക്ഷെ ഭയങ്കര ബോൾഡായിട്ട് വന്നൊക്കെ സംസാരിക്കുന്നു. അപ്പൊ എന്തുകൊണ്ട് ഈ കുട്ടിയിലേക്ക് പോയി കൂടാന്നുള്ള ഒരു സംഭവം വന്നു. ഇവിടെ രണ്ടാളുടെ വായിൽ നിന്ന് കൃത്യമായിട്ട് സംഭവം എന്താന്നുള്ളത് പുറത്ത് വന്നിട്ടുണ്ട്. അവിടെ അവതാരക പറയുന്നുണ്ട് അത് മിസ്ലീഡിംഗ് ആയിട്ടാണ് തോന്നിയത്. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് തോന്നിയത്. ആ ക്യാപ്ഷൻ കണ്ടിട്ട് സത്യസന്ധരുടെ വായിൽ നിന്ന് വന്ന ക്യാപ്ഷനായിട്ട് തോന്നിയില്ല, മിസ്ലീഡിംഗ് ആയിട്ട് മനഃപൂർവ്വം ചെയ്തതാണ്. ഇവിടെ രേണു പറയുന്നുണ്ട് ഞാനല്ല ക്യാപ്ഷൻ ഇട്ടത്, അയാളാണ് ക്യാപ്ഷൻ ഇട്ടത്, ഡോക്ടർ മനു എന്ന് പറയുന്ന വ്യക്തിയാണ് ക്യാപ്ഷൻ ഇട്ടത്. ഡോക്ടർ മനു ആയിക്കോട്ടെ, മനുവിന്റെ ടീം ആയിക്കോട്ടെ, ആര് തന്നെ ആയിക്കോട്ടെ, രേണു സുധിയുടെ അറിവോടെയും സമ്മതത്തോടെയും കൂടിയിട്ട് ആയിരിക്കുമല്ലോ ആ ക്യാപ്ഷൻ ഇട്ടത്. രേണുവിനോട് ഒന്നും പറയാതെ എന്തായാലും അങ്ങനെ ഒരു ക്യാപ്ഷൻ ഇടത്തില്ല. ഈ ക്യാപ്ഷൻ ഇടുന്നതിന് മുമ്പ് രേണുവിനോട് ചോദിച്ചു കാണും, ഇങ്ങനെയാണ് ക്യാപ്ഷൻ ഇടാൻ പോകുന്നത്, ഇതൊക്കെയാണ് ക്യാപ്ഷനകത്ത് വരുന്നത്, ഇതൊക്കെ ചോദിച്ചിട്ട് തന്നെ ആയിരിക്കുമല്ലോ ക്യാപ്ഷൻ ഇട്ടത്. അല്ലെന്നൊന്നും പറയണ്ട, അങ്ങനെ തന്നെ ക്യാപ്ഷൻ ഇടത്തുള്ളൂ. അല്ലാതെ ഒരാളുടെ അറിവോടെ സമ്മതത്തോടെ അല്ലാതെ ആരും ഇത്തരം ഒരു ക്യാപ്ഷൻ ഇടത്തില്ല. അപ്പൊ രേണുവും കൂടി അറിഞ്ഞിട്ടാണ് അങ്ങനെ ഒരു ക്യാപ്ഷൻ ഇട്ടത്. ഇനി അടുത്തതായിട്ട് ഡോക്ടർ മനു പറയുന്ന കാര്യങ്ങൾ. രേണു എന്ന് പറയുന്ന വ്യക്തി ഒരു വിഡോയാണ്, ഒരു വിധവയാണ്. ഇപ്പൊ നെഗറ്റീവായിട്ടുള്ള പബ്ലിസിറ്റിയിൽ നിൽക്കുകയാണ്. മറ്റേ ദാസേട്ടൻ കോഴിക്കോടുമായിട്ടുള്ള ഒരു റീല് ചെയ്തല്ലോ, ആ റീലിലൊക്കെ ഞാൻ രേണുവിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത്. കാരണം അത് വെറും റീലാണ്, റിയൽ അല്ല എന്ന് നമുക്കറിയാം. അങ്ങനെ റിയൽ ആയിട്ട് വിശ്വസിക്കുന്ന ആൾക്കാരാണ് പൊട്ടന്മാർ. രേണുവിന് റീല് ചെയ്യാം, ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം, ഒരു കുഴപ്പമില്ല, അത് അവരുടെ ചോയ്സ് ആണ് എന്നാണ് ഞാൻ അന്ന് പറഞ്ഞത്. രേണുവിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോ ഇട്ടത്. പക്ഷേ ഇത് മനഃപൂർവ്വം ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണ് ചെയ്തത്. ഇപ്പം രേണുവിന് നെഗറ്റീവ് പബ്ലിസിറ്റി ആണ്. അപ്പൊ ആ നെഗറ്റീവ് പബ്ലിസിറ്റി മാക്സിമം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ തമ്മിൽ കല്യാണം കഴിച്ചു എന്നുള്ള ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ ഇവിടേക്ക് വന്ന് നോക്കും, ആ ഫോട്ടോസ് നോക്കും, മാക്സിമം വ്യൂസ് ആകും. അതിലൂടെ വഴിയെ വരുന്ന പുറകെ വരുന്ന ആ ഒരു ഇന്റർവ്യൂ ഉണ്ടല്ലോ, ആ ഇന്റർവ്യൂവിൽ നല്ല രീതിയിൽ വൈറലാകും. അപ്പൊ ആ ഇന്റർവ്യൂ വൈറലാക്കാൻ വേണ്ടിയിട്ട് ചെയ്തൊരു ചീപ്പായിട്ടുള്ള പബ്ലിസിറ്റി മാത്രമാണ് ആ ക്യാപ്ഷൻ. അതാണ് സത്യം. ചീപ്പായിട്ട് ആ ഇന്റർവ്യൂവിന് നിങ്ങൾ കൊടുത്തൊരു പബ്ലിസിറ്റിയാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ ചീപ്പായിട്ട് പബ്ലിസിറ്റി നേടിയെടുത്തു കഴിഞ്ഞാൽ കുറച്ച് നാളെ അതിന് ആയുസ് കാണത്തുള്ളൂ. എത്ര നാള് നിങ്ങളിങ്ങനെ പബ്ലിസിറ്റി ഉണ്ടാക്കും? ജനങ്ങളെ വിഡ്ഢികളാക്കി മിസ്ലീഡിങ് ടൈറ്റിൽ കൊടുത്ത് എത്ര നാള് നിങ്ങൾ പബ്ലിസിറ്റി ഉണ്ടാക്കും? ഒരുപാട് നാളൊന്നും പബ്ലിസിറ്റി ഉണ്ടാക്കത്തില്ല. ജനങ്ങൾക്ക് കാര്യം പിടികിട്ടി കഴിഞ്ഞാൽ പിന്നെ ഒരാളും ആ വഴിക്ക് തിരിഞ്ഞു നോക്കത്തില്ല. അതാണ് യാഥാർത്ഥ്യം. ഇപ്പൊ രേണുവിന് അത്യാവശ്യം സപ്പോർട്ട് കിട്ടുന്നുണ്ട്.
ആ സപ്പോർട്ടും കൂടി രേണു ഇല്ലാതെയാക്കുകയാണ് ചെയ്യുന്നത്. എന്തിനാ വെറുതെ അങ്ങനെ ഒരു മിസ്ലീഡിങ് ടൈറ്റിൽ കൊടുത്തത്? നിങ്ങൾ ഫോട്ടോഷൂട്ട് ചെയ്തതാണ് എന്ന് പറഞ്ഞാൽ എന്താണ് പ്രശ്നം? പക്ഷേ നിങ്ങൾ അങ്ങനെ പറഞ്ഞില്ല. നിങ്ങൾ കല്യാണം കഴിച്ചു എന്നുള്ള ഒരു ഐഡിയ ഉണ്ടാക്കിയെടുത്തിട്ട് വഴിയെ വരുന്ന ഇന്റർവ്യൂ വൈറലാക്കണം, അതിന് പബ്ലിസിറ്റി ഉണ്ടാക്കി കൊടുക്കണം. അതുകൊണ്ട് മനഃപൂർവ്വം നിങ്ങൾ അങ്ങനെ ക്യാപ്ഷൻ ഇട്ടതാണ്. അത് ജനങ്ങളെ വിഡ്ഢികളാക്കുക തന്നെയാണ് ചെയ്തത്. അത് ഒട്ടും യോജിക്കാൻ പറ്റത്തില്ല, അത് ശരിയല്ല. അതിനകത്ത് ആൾക്കാർ അങ്ങനെ ചിന്തിക്കുന്നു ഇങ്ങനെ ചിന്തിക്കുന്നു, നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. സോ ഞാൻ അതൊന്നും ഓർത്തില്ല. ഓക്കെ, ഞാൻ ഓക്കെയാണ്. പിന്നെ ഞാനൊരു കാര്യം സാറിൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് മൂലം നല്ല രീതിയിൽ കേൾക്കും. സൂസൻ ചേച്ചിയായിട്ട് ചെയ്തപ്പോൾ കേട്ടതല്ല കേൾക്കാൻ പോകുന്നത്. ഇത് കൊല്ലം സുധിയുടെ വൈഫ് രേണു സുധിയാണ്, വിഡോയാണ്. അപ്പം ഞാൻ എന്തിട്ടാലും ആൾക്കാർക്ക് ഒരു 50% ആൾക്കാരും ഇങ്ങനെ നെഗറ്റീവ്, 50% നമുക്ക് കൂടെ ഉണ്ട് കേട്ടോ. സോ എന്തായാലും നെഗറ്റീവ് കേൾക്കും. നെഗറ്റീവ് അല്ലായിരിക്കും കേൾക്കുന്നത്. ഞാനും ദാസേട്ടന് കേൾക്കുന്ന കണ്ടില്ലേ? ഞാൻ ചോദിച്ചു നോക്കല്ലേ, കേൾക്കുന്ന കണ്ടില്ലേ? ഇതിലപ്പുറം കേൾക്കേണ്ടി വരും. അപ്പോൾ ഒന്നും കൂടെ എനിക്ക് കുഴപ്പമൊന്നുമില്ല. സാറ് ഓക്കെയാണോ എന്ന് ചോദിച്ചു. ഞാൻ ഓക്കെയാണ്, രേണു ഓക്കെയാണ്. രേണു ഇനി എനിക്കൊരു കുഴപ്പമില്ല, ഡേറ്റ് തീരുമാനിച്ചോളൂ എന്ന് പറഞ്ഞു. ഞാൻ ഫ്രീ ആകുമ്പോൾ ഞാൻ ഓക്കെയാണെന്ന് പറഞ്ഞു. ഇപ്പോൾ രേണു ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്തെന്നറിയാമോ? താനൊരു വിധവയാണ്. ആ ഒരു ഫാക്റ്റാണ് രേണു ഇപ്പോൾ മുതലെടുത്തുകൊണ്ടിരിക്കുന്നത്. വിധവയാണല്ലോ എന്നതിൻ്റെ പേരിൽ കിട്ടുന്ന ഒരു സിമ്പതി, പോസിറ്റീവായിട്ട് കിട്ടുന്ന സിമ്പതി, അതും രേണുവിന് വേണം. അതിലൂടെ കിട്ടുന്ന നെഗറ്റീവായിട്ടുള്ള ഇമേജും രേണുവിന് വേണം. കൂടുതലും ഇപ്പം നെഗറ്റീവായിട്ടുള്ള ഇമേജിനെയാണ് രേണു യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഇങ്ങനൊരു ക്യാപ്ഷൻ ഇടാൻ രേണു സമ്മതിച്ചത്. രേണു മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഈവൻ ഞാൻ പോലും രേണുവിനെ സപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ്. രേണുവിൻ്റെ ചോയ്സാണ്. രേണു ഒരു വിധവയാണെന്നുണ്ടെങ്കിലും രേണുവിൻ്റെ ചോയ്സാണ്, അവരുടെ ഇൻഡിവിജ്വൽ ചോയ്സാണ്. അവരെന്ത് വസ്ത്രം ധരിക്കണം, എങ്ങനെ നടക്കണം, ഏത് രീതിയിലുള്ള കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോകണം. ഇനി അവർക്ക് കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിലും അതിലും ആർക്കും നെഗറ്റീവ് പറയാൻ പറ്റത്തില്ല. അത് അവരുടെ മാത്രം ചോയ്സാണ് എന്ന് പറഞ്ഞ് അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ് ഞാൻ. പക്ഷേ എന്ന് വെച്ച് ആ ഒരു ലേബൽ, വിടവാണെന്നുള്ളൊരു ലേബൽ നിങ്ങളുടെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് എടുത്ത് ഉപയോഗിക്കുന്നത് ഒട്ടും ശരിയല്ല രേണു. അത് രേണു ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, ഇങ്ങനെ നിങ്ങൾ മുന്നോട്ട് തുടർന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നവർ പോലും രേണുവിനെ സപ്പോർട്ട് ചെയ്യാതെ ആകും. നിങ്ങളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്ന വഴി, ആ ഒരു വേ എന്ന് പറയുന്നത് അത് ഒട്ടും ശരിയല്ല. നെഗറ്റീവായിട്ടുള്ള പബ്ലിസിറ്റി യൂട്ടിലൈസ് ചെയ്തിട്ട് നിങ്ങൾ ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണ്, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ പാടില്ല. ഇതിനു മുമ്പ് രേണു ചെയ്ത റീല്, ദാസേട്ടൻ കോഴിക്കോടുമായിട്ട് ചെയ്ത റീല്, അത് ഒരുപാട് റീച്ച് കിട്ടി, നല്ല വൈറലായി. അപ്പോഴാണ് രേണുവിന് കാര്യം പിടികിട്ടിയത്. നെഗറ്റീവ് പബ്ലിസിറ്റി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് വൈറലാകാൻ സാധിക്കും. എന്നിട്ടിപ്പോൾ ആ നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആ റീല് ചെയ്തതിൽ ഒരു തെറ്റുമില്ല. അതിപ്പോൾ നിങ്ങൾ ചെറിയ വസ്ത്രം ഇട്ടാലോ, നിങ്ങൾ വസ്ത്രം ഇട്ടില്ലെങ്കിലും തെറ്റൊന്നുമില്ല. പക്ഷേ അതുപോലെയല്ല ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടിയിട്ട് മിസ്ലീഡിങ് ക്യാപ്ഷൻ ഇടുന്നത്. അത് തെറ്റാണ്. ആരും സപ്പോർട്ട് ചെയ്യാതെ ആവും. അപ്പോൾ അങ്ങനെ ഒരു പാതയിലൂടെയാണ് താങ്കൾ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് നിർത്തിക്കഴിഞ്ഞാൽ താങ്കൾക്ക് കൊള്ളാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യക്കുഞ്ഞു പോലും തിരിഞ്ഞു നോക്കാതാവും. അതാണ് സത്യം. നമ്മളിങ്ങനെ ക്യാപ്ഷൻ ഇട്ടു, ഇതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം എല്ലാവരും പറയുന്നത്. അതായത് റിയാക്ഷൻ വീഡിയോസുകാർക്കാണ് ഏറ്റവും കൂടുതൽ സഹിക്കാൻ പറ്റാത്തത്. അവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ട്, ഈ ക്യാപ്ഷൻ ഇട്ടു എന്ന് പറയുന്നത് സത്യം തന്നെയാണ്, ഇതില്ലാന്ന് ഞാൻ പറയുന്നില്ല, അവിടെ തന്നെ കിടപ്പുണ്ട്. ഇതിൻ്റെ ഏറ്റവും അടിയിൽ എന്ന് നിങ്ങളുടെ സ്വന്തം മനു എൻ്റെ കോൺടാക്ട് നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ കോൺടാക്ട് നമ്പർ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ പർപ്പസ് എന്തായിരിക്കും? അവർക്ക് എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷനോ വേണമെങ്കിൽ, അവർ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് അവർക്ക് എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഫർദർ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നമ്പർ അവിടെ കൊടുത്തത്. ഇല്ലെങ്കിൽ നമ്പർ കൊടുക്കേണ്ട ആവശ്യമില്ല. അവിടെ ഈ നമ്പർ കൊടുത്തിട്ട് ഒരൊറ്റ റിയാക്ഷൻ വീഡിയോസ് ചെയ്ത ആളുകൾ, നിങ്ങളെപ്പോലെ ഇത്രയും എന്താ പറയുക ഭയങ്കര റീച്ചിൽ നിൽക്കുന്ന യൂട്യൂബ് ചാനലുകൾ നമ്മളെ കോൺടാക്ട് ചെയ്ത് ഇൻ്റർവ്യൂസിന് വേണ്ടി കോൺടാക്ട് ചെയ്തതെന്നല്ലാതെ ഒരൊറ്റ റിയാക്ഷൻ വീഡിയോസ് ചെയ്ത ആളുകൾ പോലും ഇതെന്താണ് സംഭവം, ഇത് ആഡാണോ, സിനിമയാണോ, സീരിയലാണോ, അല്ലെങ്കിൽ നിങ്ങൾ കല്യാണം കഴിച്ചതാണോ ചോദിച്ചിട്ട് ഒരാൾ പോലും വിളിച്ചിട്ടില്ല. എന്താണ് റീസൺ? അതങ്ങനെ അവർ ചെയ്യാത്തതിന്റെ റീസൺ എന്താണ്? ഈ പോയിന്റ് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിച്ചോണം കേട്ടോ. ഇനി മുതൽ നിങ്ങൾക്ക് മിസ്ലീഡിങ് ക്യാപ്ഷൻ ഇടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ക്യാപ്ഷൻ ഇട്ടിട്ട് നിങ്ങളുടെ നമ്പർ, കോൺടാക്ട് നമ്പർ അടിയിൽ കൊടുത്താൽ മതി. അതിലൂടെ നമുക്ക് അതിനെ ന്യായീകരിക്കാൻ പറ്റും. എന്തിന് ഇയാളെ വിളിച്ചു ചോദിക്കണം? ഇയാളെ വിളിച്ചു ചോദിക്കേണ്ട ആവശ്യം എന്താണ്? ആ ഫോട്ടോഷൂട്ട് കണ്ടപ്പോൾ തന്നെ, ആ ഫോട്ടോസ് കണ്ടപ്പോൾ തന്നെ അത് ഫോട്ടോഷൂട്ടാണ്, നിങ്ങൾ തമ്മിൽ യഥാർത്ഥത്തിൽ കല്യാണം കഴിച്ചതല്ല. ഇങ്ങനൊരു ഫോട്ടോഷൂട്ട് ചെയ്തിട്ട് ഈ ഫോട്ടോസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് ഈ രീതിയിലുള്ളൊരു മിസ്ലീഡിങ് ടൈറ്റിൽ നിങ്ങൾ മനഃപൂർവ്വം കൊടുത്തതാണ് എന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവും. നിങ്ങൾ കൊടുത്ത മിസ്ലീഡിങ് ടൈറ്റിലിനെയാണ് ഇവിടെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്, അല്ലാതെ നിങ്ങളുടെ ഫോട്ടോഷൂട്ടിനെ അല്ല. നിങ്ങൾക്ക് ഫോട്ടോഷൂട്ട് ചെയ്യാം, വെഡ്ഡിങ് ഫോട്ടോഷൂട്ട് ചെയ്യണോ, എന്ത് വേണേൽ ചെയ്യാം. അത് രേണുവിൻ്റെ നിങ്ങളുടെയും പേഴ്സണൽ ചോയ്സ് ആണ്.
പക്ഷേ അതിനകത്ത് നിങ്ങൾ കൊടുത്ത ക്യാപ്ഷൻ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ മനഃപൂർവ്വം കൊടുത്തതാണ് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ ഉണ്ട്. നിങ്ങൾ മനഃപൂർവ്വം കൊടുത്തതാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് നിങ്ങളെ വിമർശിച്ചത്, അല്ലാതെ തെറ്റിദ്ധരിച്ചിട്ടല്ല നിങ്ങളെ വിമർശിച്ചത്. നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ ചെയ്തതാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലായി. അത് ബോധ്യപ്പെട്ട് പൂർണ്ണ ബോധ്യത്തോടു കൂടിയിട്ട് തന്നെയാണ് വീഡിയോ ചെയ്തത്. നിങ്ങൾ മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ക്യാപ്ഷൻ കൊടുത്തത് ശരിയായില്ല. ഇപ്പോഴും പറയുന്നു ശരിയായില്ല. നെഗറ്റീവ് പബ്ലിസിറ്റി പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണല്ലോ നിങ്ങൾ ക്യാപ്ഷൻ കൊടുത്തത്. എന്നിട്ട് ഇപ്പം നെഗറ്റീവ് പറയുന്നു എന്തിനാ പറയുന്നത്? നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് നിങ്ങൾ ക്യാപ്ഷൻ കൊടുത്തത്, അല്ലാതെ പോസിറ്റീവ് ആയിട്ടുള്ള പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടല്ല. എന്നിട്ട് ഇപ്പം പുണ്യാളനാവുന്നു. ഈ പാവം ചമയുന്ന കണ്ടില്ലേ, സത്യസന്ധനായിട്ടുള്ളൊരു വ്യക്തി. എന്നിട്ട് വിളിച്ചു ചോദിക്കാൻ എന്താണ്? എന്തിനു വിളിച്ചു ചോദിക്കണം? എന്തിനു ക്ലാരിഫൈ ചെയ്യണം? ഇവിടെ രേണു മനസ്സിലാക്കേണ്ടത് ഇവരൊക്കെ രേണുവിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഡോക്ടർ മനുവിനെ പോലെയുള്ള വ്യക്തികൾ രേണുവിൻ്റെ ഈ നെഗറ്റീവ് പബ്ലിസിറ്റി ഉപയോഗിക്കുകയാണ്. അത് രേണുവിന് ഇപ്പോൾ മനസ്സിലാവത്തില്ല. രേണു വിചാരിക്കുന്നത് രേണുവിന് വർക്ക് കിട്ടുകയാണ്, രേണുവിന് മാക്സിമം പബ്ലിസിറ്റി കിട്ടുകയാണെന്നാണ് രേണു കരുതിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ രേണുവിൻ്റെ ഈ നെഗറ്റീവ് പബ്ലിസിറ്റി ഇവരെ പോലെയുള്ള വ്യക്തികൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കുറച്ച് കഴിയുമ്പോഴായിരിക്കും രേണുവിന് മനസ്സിലാകുന്നത്. അവർ പിന്നെയും അത് തുടർന്നുകൊണ്ടിരിക്കും. പക്ഷെ അവസാനം രേണുവിനായിരിക്കും ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നഷ്ടപ്പെടാൻ പോകുന്നത്, അവസരങ്ങൾ നഷ്ടപ്പെടാൻ പോകുന്നതും സപ്പോർട്ട് നഷ്ടപ്പെടാൻ പോകുന്നതും രേണുവിനായിരിക്കും എന്ന് രേണു മനസ്സിലാക്കി കഴിഞ്ഞാൽ കൊള്ളാം.